day of reckoning's here. The sound of എവിടെ പോന്നു? എവിടെ പോകണം? വണ്ടി സർവീസ് ചെയ്യാൻ പോകും. എവിടെ സർവീസ് ചെയ്യുന്നു? സെക്കൻഡ് സർവീസ് ആണ്. എവിടെ? നമ്മൾ എറണാകുളത്താണോ? എറണാകുളത്ത് പോവാണോ? ഓക്കെ. എത്രാമത്തെ സർവീസ്? എല്ലായിടത്തും വന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇപ്പൊ വ്യൂ ഒന്ന് നോക്കിയിട്ട് പോകാന്ന് വെച്ചല്ലേ? എൻ്റെ മോനെ വണ്ടി പൊള്ളി ലുക്ക് നോക്കി. ഇത് എത്രയാണ് സെക്കൻഡ് സർവീസാ? രണ്ടാമത്തെ സർവീസാണ്. ആ ഓക്കെ. നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു വരാം അല്ലേ? ഇത് കൊള്ളാമല്ലേ? ഇത് പുതുതായിട്ട് റെഡിയാക്കിയാണോ ഇത്? കുറച്ച് ടൂറിസം പോലെയൊക്കെയാണ് കണ്ടത്. അവിടെ അതിലോച്ച് എല്ലാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി വെച്ചിരിക്കും. അത് കൊള്ളാം. അതൊക്കെയല്ലേ. പിന്നെ നമ്മുടെ അവിടെ ഒരു ഇത് ഇട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് കർത്താവ് അവിടെ ഇപ്പം നോക്കിയിട്ട്. നീ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഒതുക്കി, എന്നിട്ട് അത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട്. ഇത് കൊള്ളാമല്ലേടാ സംഭവം? ഇതല്ലേ ഇത് കളറൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നല്ലോ. ഇത് പോളി സാധനം. നമ്മളിവിടെ ചെല്ലാനത്തെ ഭംഗിയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ വണ്ടി കൂടും സർവീസ് സെൻ്ററിൽ. അതെ, നമ്മളിവിടെ നിർത്തിയിട്ടൊന്ന് കുറച്ച് നേരം അല്ല റെസ്റ്റ് എടുക്കാം. പിന്നെ ശരി, നമുക്ക് ലോങ് ഒക്കെ പോകാൻ കുറച്ച് പാടാല്ലടാ നമ്മുടെ വണ്ടിയിൽ. കുഴപ്പമൊന്നുമില്ല. അത് സസ്പെൻഷൻ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഈ മോശം റോഡൊക്കെ കൂടെ ഓടിക്കാൻ കുറച്ച് സ്ഥലം. അതുകൊണ്ട് റോഡ് ഇപ്പം ഇങ്ങോട്ട് ഈ ചെല്ലാൻ ഇപ്പം ഈ സ്പോട്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് റോഡ് കുറച്ച് മോശമായിരുന്നു. മോശമൊക്കെ അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും. ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ട്രാക്ക് ബൈക്ക് അല്ല, അതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റ് സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു വണ്ടി കൊലച്ചിൽ കാണും. ഇങ്ങനെ കിടന്ന് ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. ഹൈ സ്പീഡിൽ കിടന്ന്. ഹെൽമെറ്റ് വരുന്നില്ലേ? ഹെൽമെറ്റ് പറഞ്ഞു ഊരടാ ലുക്ക് ജെയ്സിന്റെ ഗ്ലാമർ. ഹെൽമെറ്റ് വെച്ചിട്ട് പൊള്ളി. ഇതിപ്പോ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയെന്ന് തോന്നുന്നല്ലേ? ഇതൊക്കെ വെച്ചിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് കുറെ ചെയ്യുന്നുണ്ട്. ടയർ വെച്ചിട്ട് നടക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ. ഇതിനൊക്കെ കൊള്ളാം. ജോഗിങ് ശരി. രാവിലെ വന്നിട്ട് ഉള്ളവര് രാവിലെ വന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോടാ അല്ലേ? നമ്മുടെ നാട്ടുകാരുടെ ഒരു അങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടി കുറെ ഗ്യാപ്പ് ഇട്ടിട്ടാ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതല്ലടാ, ഇവിടെ എല്ലാം വേസ്റ്റ് ആയില്ല മൊത്തം കണ്ടത്. ഇവിടെയൊക്കെ അഴുക്ക് അത് ഇതൊക്കെ വലിച്ചെറിയും. ചപ്പും ചാറ് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട്. അത് പിന്നെ നമുക്ക് ഇത് എടുക്കാനും പറ്റത്തില്ല. അല്ലടാ, അതൊരു ശീലമായി പോയി അല്ലേ? അതെ, ഈ വേസ്റ്റ് എടുത്തെറിയുന്നേ. വണ്ടി അവിടെ ഇരിപ്പുണ്ട്. മേളിൽ നിന്നുള്ള വ്യൂ നോക്കി. എൻ്റെ മോനെ വിഷയം. അവിടെ അതെന്തോടാ? അത് നമ്മുടെ കൊച്ചിയല്ലേ? കൊച്ചിയൊക്കെ ഇവിടെ നിന്ന് കാണാം അല്ലേ? ആളിയ പോളി കൊച്ചി കാണാം. അതെന്താ മറ്റേ ഇതല്ലേ? അങ്ങ് അറ്റം വരെ ഉണ്ട് ഈ സാധനം. അറ്റം വരെ ഉണ്ടോ? ഹെൽമെറ്റ് ഒരു കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. പശു നക്കിയ പോലെ ഇരിക്കും. ഊരിക്ക നോക്കട്ടെ. ഊരടാ, നാണിക്ക ഊര് ജോസാപ്പി, നാണിക്കാതെ എങ്ങനെ ഊര്? അത് കുഴപ്പമില്ല, നോക്കട്ടെ. താൻ ഊര് ഊരാട്ടോ. ഓസ് ചെയ്തു. പിന്നെ എന്തുണ്ട് ജോസാപ്പി? മുടിയൊക്കെ റെഡിയാക്കി. പശു നോക്കിയ പോലെ ഇരിക്കുന്ന മുടി എന്താ റെഡിയാക്കാനോ? മുടി അളഞ്ഞിരിക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്ത് തരുന്ന ജോസാപ്പിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താനിവിടെ സായാഹ്നത്തിനും മറ്റേ ഇതിന് വന്നാണ്, അതാ മറ്റേ വണ്ടി സർവീസ് ചെയ്യാൻ വന്നാണ്? അതെ അതെ. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കടലിലോട്ട് ഇറങ്ങാനും കാര്യങ്ങളൊന്നും നടക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടലിന്റെ ഒരു വ്യൂ ഒക്കെ കണ്ട് വേണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കും. നമുക്ക് അങ്ങനെ ബൈക്ക് ഓടിച്ച് ഇതുവഴി അങ്ങനെ നേരെ ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ഇതുവഴി പോകാൻ പറ്റത്തില്ല, ഇത് പകുതി വരെ ഉള്ളു. അപ്പൊ എല്ലാം നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങളെല്ലാവരും ഈ വഴിക്ക് നമ്മുടെ ചെല്ലാനം നമ്മൾ എറണാകുളത്തോട്ട് ബീച്ച് റോഡ് വഴി പോകാൻ നേരം ഒരു സ്പോട്ടായത്. ഞങ്ങളപ്പോൾ വണ്ടി സർവീസിന് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വീഡിയോ എടുത്തേച്ചും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വിട്ടേക്കാം. സമയമില്ല, പോയേക്കാല്ലേ?
അപ്പോൾ എടുത്തോ, വണ്ടി എടുത്തോ. അപ്പോൾ ഗായ്സ് ഞങ്ങള് ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം. ബൈ. നീ എന്തോ പറ്റി? രാവിലെ ഒന്നും കഴിച്ചില്ലേ? എടാ പോടാ. വണ്ടി എടു. അപ്പോൾ നമ്മൾ കുമ്പളങ്ങിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങി എൻ്റെ അളിയ കുമ്പളങ്ങിയുടെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയല്ലോ ഡൈസേ. ഡൈസ് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പോവാണ്. ട്രാക്ഷൻ കൺട്രോൾ ഇത് ചെയ്തില്ല. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? ട്രാക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചും കൂടെ ഒരു കറക്റ്റ് ഫുൾ പവർ കിട്ടും വീലിലോട്ട്. ഒരു പിടുത്തം കാണത്തില്ല അല്ലേ ഓഫ് ചെയ്ത്. കൂടെ ഇനി പയ്യെ ഓടിക്കാവുള്ളൂ. ട്രാക്ഷൻ ഓഫാക്കിയെന്നും പറഞ്ഞുകൊണ്ട് പോയത്. ട്രാക്ഷൻ ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്. വണ്ടി വാഷ് ചെയ്യാൻ പോവുകയാണ്. വാഷ് ചെയ്തിട്ട് സെക്കൻഡ് സർവീസാണ്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെറുക്കൻ്റെ ചെയ്യാനായിട്ട് കയറ്റി വെച്ചിരിക്കുന്നു. വണ്ടി പൊടിയൊക്കെ പിടിച്ചാണ് അല്ലേ? പൊടി പിടിച്ചല്ലേ മൊത്തത്തിൽ. സെക്കൻഡ് സർവീസല്ല. അതുകൊണ്ട് ഓയിൽ ചേഞ്ചും ഓയിലും ഫിൽറ്ററും മാറ്റും. പിന്നെ മറ്റേ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യും. അതിനുശേഷം വാഷിങ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇത് കഴിയട്ടെ എന്നിട്ട് വരാം. ഗൈസ് നമ്മുടെ ചെറുക്കനെ വാഷ് ചെയ്യാനായിട്ട് കയറ്റിയിരിക്കുകയാണ്. വാഷിങ്ങും ലൂബും ഉണ്ട്. ലൂബ് പിന്നെ ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റും. സെക്കൻഡ് സർവീസ് അല്ലേ. ഗൈസ് ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊന്ന് കഴിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ ഇവർ വണ്ടി റെഡിയാക്കി തരും. ഓക്കെ ഗൈസ് എന്തോ കഴിയാൻ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ. എന്നാ കഴിക്കും ഇവിടെ? ഇത് എന്തൊക്കെ സമോസ, മീറ്റ് റോള്, പിന്നെ മറ്റേ ബൺ മസ്ക കിട്ടും. ബൺ മസ്ക ഇതുണ്ടല്ലോ. കട്ട്ലൈറ്റ് ഉണ്ടല്ലോ. കട്ട്ലൈറ്റ് ഇതെന്ത് സാധനം? എടാ അത് പപ്സാന്ന് തോന്നുന്നു. ചേട്ടാ ഇതെന്ത് സാധനം കേട്ടോ? ഇത് ചിക്കൻ ഇഷ്ടമാണ്. ഒരു രണ്ടെണ്ണം തന്നത്. അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. സർവീസിന് വന്നിരിക്കുന്നത് ഇൻഡൽ യമഹ കേട്ടോ. ഇൻഡൽ ഇവർക്ക് കുറേ ഷോറൂമുകളുണ്ടെന്ന് തോന്നുന്നു എറണാകുളത്ത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻറ്റർ മാത്രമേ ഉള്ളൂ, ഷോറൂമല്ല. അവിടെ വണ്ടി വന്നിട്ടില്ലല്ലേ? അവിടെ വന്നിട്ടില്ല. നമ്മുടെ വണ്ടി വാഷിങ്ങിന് പോയിരിക്കുകയാണ്, വന്നിട്ടില്ല. താടി മോഹം കഴിയാൻ പോകണം. അതെന്താ
ചേട്ടന് താടി മീശുണ്ടാ കൂടുതൽ ഇളക്കല്ലേ ഇളക്കണ്ടെങ്കിൽ വേണ്ട ഞാൻ പോവാ. ചെക്കനെ അപ്പോൾ സർവീസിനായിട്ട് കയറ്റിയിരിക്കുകയാണ്. ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറാനേ ഉള്ളൂ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സെക്കൻഡ് സർവീസാണ്. നമ്മുടെ വണ്ടിയിൽ സർവീസ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കി വാഷൊക്കെ ചെയ്ത്. പിന്നെ RPM കുറവായിരുന്നു. ഇവിടെ ഇത് അടിച്ച് RPM കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എൻജിൻ ഓയിൽ ഫിൽറ്ററും ഇത് മാറ്റിയിട്ടുണ്ട്. എന്താണ് എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത്ര ഉള്ളു, വേറെ ഒന്നും ഇല്ല. സെക്കൻഡ് സർവീസ് ഉള്ളു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കൻ ഇവിടെ താഴെ ഇരിപ്പുണ്ട് അല്ലേ? ഞാൻ ജയ്സാപ്പിയാണോ? ജയ്സാപ്പിയല്ല, നമ്മുടെ ചെറുക്കൻ ബൈക്ക് സർവീസൊക്കെ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സർവീസായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ സാർ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്ന വഴിക്ക് കുറച്ചൊക്കെ പറഞ്ഞ പോലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അല്ലേ? പോയ വീഡിയോ ആണ്. അതെ, പോയ വീഡിയോ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കാൻ ജോസാപ്പയുടെ തലവണ്ട വെച്ച് അടിച്ചു പൊട്ടിക്കും. സബ്സ്ക്രൈബും ചെയ്യണം. പറഞ്ഞ പോലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇടുന്ന ഇതുപോലുള്ള വീഡിയോകൾ വ്യത്യസ്തമായുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ ഓക്കെ. Flashback. അല്ലേ? ജെയ്സിന്റെ ഫേവറേറ്റ് സാധനം വത്സൻ. പാലാരി വട്ടമല്ലടാ സർവീസ് സെന്റർ. ജെയ്സി ഇങ്ങനെ ഇങ്ങനെ എടുക്കടാ നീ. തള്ളിക്കോ താന്നു പോവുക. എടാ താന്നു പോവുക, തള്ളി ഇറങ്ങ്. ജെയ്സ് നൈസായിട്ട് വണ്ടി താത്തിയിട്ടുണ്ട്.